നമ്മൾ കിടന്നുറങ്ങുന്ന രീതി, സ്ലീപ്പിംഗ് പൊസിഷൻസ്, അത് നമ്മുടെ മുഖത്ത് റിങ്കിൾസ് വരാൻ കാരണമായേക്കാം. അവ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തേതാണ് സൈഡ് സ്ലീപ്പിംഗ് പൊസിഷൻ, ഒരു വശം ചരിഞ്ഞു കിടന്ന് ഉറങ്ങുന്ന രീതി. നമ്മൾ സാധാരണയായി കിടക്കുന്ന ഒരു രീതിയാണ് ഒരു വശം ചരിഞ്ഞു കിടക്കുന്ന രീതി. ഇങ്ങനെ മുഖം അമർന്ന്, ഒരു വശം തലയണയിലേക്ക് മുഖം അമർന്ന് ചരിഞ്ഞു കിടക്കുകയാണെങ്കിൽ മുഖം വലിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ, കവിളുകൾ, ചുണ്ടിൻ്റെ ഇരുവശങ്ങൾ, അവിടെയൊക്കെ ചുളിവുകൾ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. രണ്ടാമത്തേതാണ് സ്റ്റൊമക് സ്ലീപ്പിംഗ് പൊസിഷൻ, അതായത് നമ്മൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുകയില്ലേ, ആ പൊസിഷനാണ് അത്. ഈ പൊസിഷനിൽ നമ്മുടെ മുഖം തലയണയിൽ അമർന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം മുറുകുകയും ചർമ്മം ചുളിയുവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാത്രമല്ല, നമ്മുടെ മുഖം തലയണയോട് അമർന്ന് കിടക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊക്കമുള്ള തലയണ ഉപയോഗിക്കുന്നതും നമ്മുടെ കഴുത്ത് വലിയുവാനും നമ്മുടെ മുഖത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയാനും കാരണമാകാറുണ്ട്. അങ്ങനെ മുഖം അമർന്ന് കിടക്കുമ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് താടിയിലേക്ക് വരെയുള്ള ഭാഗങ്ങൾ, അതായത് ഫൈൻ ലൈൻസ് രൂപപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഏതാണ് ശരിയായിട്ട് ഉറങ്ങേണ്ട രീതിയെന്ന്. അതെന്ന് പറയുന്നത് ബാക്ക് സ്ലീപ്പിംഗ് പൊസിഷനാണ്. അതായത് നമ്മൾ നേരെ നിവർന്ന് കിടക്കില്ലേ, അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഉറങ്ങേണ്ട രീതി. ആ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും റിലാക്സ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ബ്രീത്തിങ് ലഭിക്കുന്നതിനും ആ ഒരു നേരെ കിടന്നുള്ള ഉറക്കമാണ് ഏറ്റവും അനുയോജ്യമായത്. പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും പരമാവധി അങ്ങനെ കിടന്ന് ഉറങ്ങുവാൻ ശീലിക്കുക. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന് ശരിയായി കിടന്നുറങ്ങാൻ പാകത്തിനുള്ള തലയണ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പില്ലോ കവർ സാറ്റിൻ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഹൈഡ്രേഷൻ സ്കിന്നിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുക, മുഖത്ത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഉറക്കം കൃത്യമായി 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ, ഒരു ദിവസം ഉറങ്ങാൻ ശ്രമിക്കുക. വളരെ നേരത്തെ കിടന്നുറങ്ങുക. ഉറക്കം എന്ന് പറയുന്നത് പ്രായത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ കൃത്യമായി എല്ലാ ദിവസവും ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ സ്ലീപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നേരെ കിടന്ന് ഉറങ്ങാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.